നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചൈനയിലേക്ക് നടത്തിയ സന്ദർശനം ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ കൂടുതൽ സങ്കീർണമാകുന്ന സമയത്താണ് ഈ നീക്കം നടന്നിരിക്കുന്നതെന്നതാണ് കൂടുതൽ ശ്രദ്ധേയമായത്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലവത്താകാതെ നീണ്ടുപോയിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ബീജിംഗിൽ പോയി എന്നാണ് കണക്കുകൂട്ടൽ. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ ചൈന സന്ദർശനം. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ നിലവിലെ ഉപരോധങ്ങളെയും സൈനിക സമ്മർദ്ദങ്ങളെയും മറികടക്കാമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. ചൈനീസ് കപ്പലുകൾക്ക് കടലിടുക്കിലൂടെ സുഗമമായി കടന്നു പോകാൻ ഇറാൻ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ സുപ്രധാന കൂടിക്കാഴ്ച നടക്കുന്നത്. ചൈനയുടെ പ്രത്യേക ക്ഷണപ്രകാരം ബീജിംഗിലെത്തുന്ന അരാഗ്ചി ബുധനാഴ്ച വാങ്ങിയുമായി ചർച്ച നടത്തുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് സംഘർഷം 2 മാസം പിന്നിടുമ്പോൾ യുദ്ധം തുടങ്ങിയ ശേഷം ഇരു വിദേശകാര്യ മന്ത്രിമാരും തമ്മിൽ നടത്തുന്ന ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. നേരത്തെ ഇവർ ഫോൺ വഴി ആശയവിനിമയം നടത്തിയിരുന്നു. ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ആഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗ് സന്ദർശിക്കുന്നത്. വിവിധ രാജ്യങ്ങളുമായി ഇറാൻ നടത്തിവരുന്ന നയതന്ത്ര ചർച്ചകളുടെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെയും ആഗോളതലത്തിലെയും പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ചർച്ചാ വിഷയമാകും. ഈ സന്ദർശനം തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുകയാണ്. പ്രത്യേകിച്ച് ചൈനയുടെ പിന്തുണ നേടുക എന്നതാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി കാണപ്പെടുന്ന സാഹചര്യത്തിൽ. കാരണം ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക സ്ഥാനമുള്ള ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം ചൈനയുടെ ഊർജ്ജ സുരക്ഷയെയും നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ്. ഇതോടൊപ്പം അമേരിക്കയുടെ സമ്മർദ്ദം കൂടി വർദ്ധിക്കുന്ന ഘട്ടത്തിലാണ് ഈ നീക്കം. വാഷിംഗ്ടൺ ചൈനയെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇറാൻ നേരിട്ട് ബീജിംഗുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശ്രദ്ധേയമാണ്. അതായത് അന്താരാഷ്ട്ര വേദിയിൽ ഒറ്റപ്പെടാതിരിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. മറ്റൊരു പ്രധാന ലക്ഷ്യം സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ചൈന ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ്. അതിനാൽ തന്നെ യുദ്ധ സാഹചര്യത്തിൽ പോലും ഈ ബന്ധം നിലനിർത്തുന്നത് ഇറാന്റെ സാമ്പത്തിക നിലപാടിന് നിർണായകമാണ്. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ഉപയോഗിച്ച് ആഗോള വിപണിയിൽ സമ്മർദ്ദം സൃഷ്ടിക്കുമ്പോൾ ചൈനയുമായുള്ള ബന്ധം ഇറാനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഘടകമാകും. അതേസമയം ചൈനയുടെ നിലപാടും അത്ര ലളിതമല്ല. ഒരു വശത്ത് ഇറാനുമായി ദീർഘകാല ബന്ധം, മറുവശത്ത് ആഗോള വ്യാപാര സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കേണ്ട ബാധ്യത. അതുകൊണ്ട് തന്നെ ചൈന ഈ പ്രശ്നത്തിൽ ഒരു ബാലൻസിംഗ് റോൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നപ്പോൾ ഇറാൻ ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നില്ല. പകരം ശക്തമായ ആഗോള സഖ്യങ്ങളെ ആശ്രയിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയാണ് എന്ന കാര്യം വ്യക്തമാണ്. ചുരുക്കത്തിലെ യുദ്ധം സൈനികമായി മാത്രമല്ല നയതന്ത്രവും സാമ്പത്തികവുമായ തലങ്ങളിലും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ. ഈ സാഹചര്യത്തിൽ ഇറാൻ ചൈന കൂടിക്കാഴ്ച ആ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിന് വഴിതെളിക്കുന്ന നിർണായക നീക്കമായി തന്നെ കാണണോ എന്നതാണ് ഉയരുന്ന ചോദ്യം.